പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ 10ാം ക്ലാസ് തഫ്സീർ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ്, ഏതൊക്കെ പാഠങ്ങൾ പരീക്ഷയ്ക്ക് പ്രധാനമായും നോട്ട് ചെയ്യേണ്ടി വരും തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അതോടൊപ്പം നിങ്ങൾ ഒരുപാട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ആ പഠിച്ചത് ഒരിക്കൽ കൂടെ നമ്മളെ മൈൻഡിൽ ഉറപ്പിക്കാനും പറ്റും. നമുക്ക് ആദ്യം മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ചോദ്യം, സിൽ ബിമാ യുനാസിബു, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ഒട്ടുമിക്ക പരീക്ഷകൾക്കും തുടക്കത്തിൽ ഇതുപോലത്തെ ഒരു ചോദ്യം തന്നെയായിരിക്കും. ഒന്നാമത്തത് റോഹു, എന്താണ് റോഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രാക്കറ്റിൽ യോജിച്ചത് ജിബ്രീൽ, ജിബ്രീലാണ്. തനസ്സലുൽ മലായിക്കത്തു വർ റൂഹു, മലക്കുകൾ ഇറങ്ങും, അതിൻ്റെ കൂടെ റൂഹും ഇറങ്ങും. മലക്കുകൾ പറഞ്ഞു, ശേഷം റൂഹും പറഞ്ഞു. ആ റൂഹ് ജിബ്രീലാണ്. അങ്ങനെ പറയാൻ കാരണം മലക്കുകളെ നേതാവ് ജിബ്രീൽ ആയതുകൊണ്ട് ജിബ്രീലിനെ പ്രത്യേകം ഒന്ന് എടുത്തു പറഞ്ഞതാണ് എന്നാണ്. ഇനി റബ്ബുൽ ബരിയ, റബ്ബുൽ ബരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷിറാറുൽ ഖൽക്ക്, സൃഷ്ടികളിലെ ഏറ്റവും ഷർറ്, പ്രയാസമുണ്ടാക്കുന്ന, ഷർറ് എന്ന് പറയില്ലേ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ എന്നതാണ് ഷിറാറുൽ ഖൽക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖൽക്ക് എന്ന് പറഞ്ഞാൽ പടപ്പുകൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ. മൂന്നാമത്തത് ഫൻസബ്, ഫൻസബ് എന്ന് പറഞ്ഞ ആയത്തിൻ്റെ ആ ചെറിയ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇജ്തഹിദ് ഫി ദുആ, ദുആഇൽ നീ പരിശ്രമിക്കുക എന്നുള്ളതാണ്. 4 അല്ലോല്ലീന, ലോല്ലീന എന്ന് പറഞ്ഞ വഴിപിഴച്ച ആളുകൾ ആരാണ്? ഹുമുൻ നസാറ, നസാറാക്കളാണ് ആ വഴിപിഴച്ച ആളുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷാനി അക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുബഇലക്ക, ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളതാണ്. കോപം പിടിപ്പിക്കുക എന്ന അർത്ഥത്തിനാണ് ഷാനി അക്ക എന്നത് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. 4 വിഷയങ്ങളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ വളരെ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള വലിയ ഉസ്താദുമാർ എഴുതി ചർച്ച ചെയ്തുണ്ടാക്കിയ 4 വിഷയങ്ങളുടെ PDF-കളുണ്ട്. അതിലേകദേശം ഓരോ വിഷയങ്ങളിലും ഇമ്പോർട്ടൻ്റായി തിരഞ്ഞെടുത്ത 175ഓളം ചോദ്യങ്ങളുണ്ട്. മറ്റു പ്രധാന ഭാഗങ്ങളും അതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആ PDF അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ 4 വർഷങ്ങളിലായി നടന്ന മുഴുവൻ പരീക്ഷകളുടെയും ചോദ്യപേപ്പർ അതിൽ ഉത്തരമുണ്ട്. ഉത്തരസഹിതമുള്ള ചോദ്യപേപ്പറും മറ്റു 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDF-കളും എല്ലാം കൂടെ നമ്മൾ കൊടുക്കുന്നത് 99 രൂപക്കാണ്. ആവശ്യമുള്ള ആളുകൾക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ 99 രൂപ അയച്ച് ആ വാട്സപ്പ് നമ്പറിൽ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് 4 PDF-ഉം അതുപോലെ തന്നെ 4 വർഷങ്ങളിലായി നടന്ന ചോദ്യപേപ്പറിൻ്റെ PDF-ഉം മറ്റു 2-3 PDF-കൾ കൂടെ അയച്ചു തരും. ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. സിലി തഫാസീറ ഇല ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്നതിന് യോജിച്ച വിശദീകരണങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് എടുക്കാനാണ്. 5 ചോദ്യങ്ങളുണ്ട്. 1 ഫലാ തൻഹർ, അതിനോട് യോജിച്ചത് ലാ തസ്ജൂഹു ലി ഫഖ്രിഹി എന്നതാണ്. അവൻ്റെ ദാരിദ്ര്യം കാരണം അവനെ നീ അകറ്റരുത് എന്നതാണ്. 2 വ റബ്ബുക്കൽ അക്രം, അത് അല്ലദീ, ഒരുത്തനാണ് അല്ലാഹു, ലാ യുസാവീഹി കരീമുൻ, ഒരു മാന്യനും അവനിക്ക് തത്തുല്യമാവുകയില്ല, അവനോട് ഒരു മാന്യനും തുല്യമാവുകയില്ല. അങ്ങനത്തെ അക്രമായ ബഹുമാനം നിറഞ്ഞവനാണ് റബ്ബുക്ക, നിൻ്റെ റബ്ബ്. ഇനി അടുത്തത് അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ് എന്നത്. അസ്സനാഉ കുല്ലുഹു ലില്ലാ, എല്ലാ സ്തുതി കീർത്തനങ്ങളും ലില്ലാഹി, അള്ളാഹുവിനിക്കാണ്. എന്തൊക്കെ സ്തുതിയുടെ കീർത്തനങ്ങളുണ്ടോ, പറച്ചിലുകളുണ്ടോ, അത് മുഴുവനും അള്ളാഹുവിനിക്കാണ്. 4 നാറുൻ ഹാമിയ എന്ന് പറഞ്ഞാൽ ഷദീദുൽ ഹറാറ, കഠിനമായ ചൂട് എന്നാണ്. മിൻ ഷെറിൽ വസ്വാസ്, വസ്വാസിൻ്റെ ഷെറുകളിൽ നിന്ന്, പ്രയാസപ്പെടുത്തലുകളിൽ നിന്ന്. അത് ആരുടെ ഷെറാണ്? അഷെയ്ത്വാൻ, ഷെയ്ത്വാനിൻ്റെ ഷെറാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തത് വന്നിട്ടുള്ളത് ഈത്തി ബിൽ ആയാത്തിൽ തഫാസീരിൽ ആത്തിയ, താഴെയുള്ള തഫ്സീറുകൾക്ക് യോജിച്ച ആയത്ത് കൊണ്ടുവരാനാണ്. ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ആയത്ത് കൊടുത്തിട്ട് വിശദീകരണം എഴുതാനുണ്ടാവും, വിശദീകരണം കൊടുത്തിട്ട് ആയത്ത് ചോദിക്കും. രണ്ടും ഉറപ്പാണ്. നല്ലോണം പാഠഭാഗങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ നല്ലോണം അർത്ഥം വെച്ച് പഠിച്ചാൽ വളരെ ഈസിയായി നമുക്ക് ടോപ്പ്ലസ് വാങ്ങാൻ കഴിയും. ഒന്നാമത്തത് ഇജി അൽ റഅബതക ഇലാ റബ്ബിക, നിൻ്റെ എല്ലാ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നിൻ്റെ റബ്ബിലേക്കാക്കുക
എന്ന ഒരാശയം വരുന്ന ആയത്ത് ഏതാണ്? വ ഇലാ റബ്ബിക ഫറബ്, നിൻ്റെ റബ്ബിലേക്ക് നീ ആഗ്രഹിച്ചോ. 2 ലനജുറന്നഹു ബിനാസിയതിഹി ഇലന്നാർ, അവൻ്റെ മൂർധാവ് പിടിച്ചുകൊണ്ട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. മൂർധാവ് എന്ന് പറഞ്ഞാൽ തലയെന്നാണ് അതിൻ്റെ ടോട്ടൽ ഉദ്ദേശം. അതിനോട് ചോദിച്ചത് എന്താണ്? ലനസ്ഫഅം ബിന്നാസിയ. 3 അൽ മഖ്സൂദു ഫിൽ ഹവായിജ്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്നത്, എല്ലാ ആവശ്യങ്ങളിലും, അല്ല ദവാമി എന്ന് പറഞ്ഞാൽ നിത്യമായി സർവ്വ ആവശ്യങ്ങൾക്കും നമ്മൾ ഉദ്ദേശിക്കുക എന്നതാണ്. അല്ലാഹു സമദ്, നമ്മൾ ഉദ്ദേശിക്കുക. അല്ലാഹു ആണെങ്കിലോ നിരാശ്രയനും, ഒന്നിലേക്കും ഉദ്ദേശിക്കാതിരിക്കുക. 4 ഉക്തുബുൽ മാന ബിൽ അറബിയ, അറബിയിൽ അർത്ഥം എഴുതാനാണ്. സുൽസിലത്ത് എന്ന് പറഞ്ഞാൽ ഹുരിക്കത്ത്, കുലുക്കുക എന്നൊക്കെ അർത്ഥമാണ്. അഫ്വാജ് എന്ന് പറഞ്ഞാൽ സുമർ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഫലക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുബഹ്. മൂക്കത എന്ന് പറഞ്ഞാൽ മുസഅറത്തുൻ, കത്തിക്കപ്പെടുക എന്നത്. ജീദ് റുനുക്ക്, പിരടിയാണ്. അസർന ഹയ്യജിന, ഇളക്കി പുറപ്പെടുവിപ്പിക്കുക എന്നതാണ്. അഫ്വാജ് സുമർ അഥവാ കൂട്ടമായി എന്നാണ്, പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് വൺവേഡുകളൊക്കെ, ഇതുപോലത്തെ വൺവേഡുകളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. പ്രധാനപ്പെട്ട വൺവേഡുകൾ നമ്മുടെ ആ PDF-ലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് അജിബ്, ഉത്തരം എഴുതുക എന്നതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വായിക്കുകയാണ്. മത്താ നസലത്ത് സൂറത്തുൽ ളുഹ എപ്പോഴാണ് ഇറങ്ങിയത്? ഹീന കാലൽ കുഫാറു ഇന്ദ തഅഖുരിൽ വഹി 15 യൗമൻ, 15 ദിവസം വഹി താമസിച്ചു എന്നുള്ളത് കാഫിരീങ്ങളായ അവിശ്വാസികൾ അതിനെപ്പറ്റി പറഞ്ഞ സമയത്താണ്. വഹി താമസിച്ച ആ ഒരു സമയം അവരതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ലുഹ സൂറത്ത് ഇറങ്ങിയത്. വല്ലുഹ വല്ലൈലി, അതാ സൂറത്ത്. അസൈത്തൂൻ, സൈത്തൂൻ എന്ന് പറഞ്ഞാൽ മാഹുവ, എന്താണ്? ഹുവ സമറത്തു ഷജരിൻ, ഒരു മരത്തിൻ്റെ ഫലമാണ്. മുസ്ഫിരിൻ സെയ്ത്തിയൻ, സെയ്ത്തിനെ ഉണ്ടാക്കുന്ന, സെയ്ത്തിനെ തരുന്ന, ദൈസിനെ ഫലമായി തരുന്ന ഒരു മരമാണ്. തുഅക്കലു സിമാറുഹു, അതിൻ്റെ ഫലത്തെ നമ്മൾ കഴിക്കപ്പെടും. 3 മത്താ വഖഅത്ത് വാഖിയത്തുൽ ഫീൽ, ഈ ഫീലിൻ്റെ ആനക്കലഹം സംഭവിച്ചത് എപ്പോഴാണ്? കബുല മീലാദിൻ നബി ബി 50 യൗമൻ, നബി ജനിക്കുന്നതിൻ്റെ 50 ദിവസം മുമ്പാണ് ഈ ആനക്കലഹം എന്നുള്ള ആ സംഭവം നടന്നത്. 4 അൽ കൗസറു മാഹുവ, കൗസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ ഹൗലുൻ, അതൊരു ഹൗലാണ്. ഹൗൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിലൊക്കെ ഉണ്ടാവുന്നതുണ്ടല്ലോ, ഹൗല്, വെള്ളം കെട്ടി നിൽക്കുന്ന രൂപത്തിലുള്ള ആ ഒരു ടാങ്ക്. അഅ്താഹുല്ലാഹു അന്നബിയ ഫിൽ ആഖിറ, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ പരലോകത്ത് ആഖിറത്തിൽ കൊടുക്കപ്പെടുന്ന ഒരു ഹൗലാണ്. അത് നമ്മുടെ നാട്ടിലെ ഹൗലായിട്ട് നമ്മളതിനെ കാണരുത്, ആഖിറത്തിലുള്ളതിന് ആ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഹൗല്. ഇനി 5 അൽ മാഊനു മാഹുവ, മാഊൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മുൻ ജാമിയുൻ ലിനാഫിൽ ബൈത്ത്, വീട്ടിലെ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഉപകാരപ്പെടുന്ന വസ്തുക്കൾക്കാണ്, വീട്ടുപകരണങ്ങൾക്കാണ് ഈ മാഊൻ എന്ന് പറയുന്നത്. അത് പല പരീക്ഷയ്ക്കും ചോദിച്ചതായി കാണുന്നുണ്ട്, നോട്ട് ചെയ്യുക. ഇനി 6 ഫസ്സിർ ബിൽ അറബിയ, അറബിയിൽ വിശദീകരണം കൊടുക്കാനാണ്. മാ വദ്ദഅക റബ്ബുക എന്നതിൻ്റെ വിശദീകരണം എന്താണ്? മാ തറക്കക റബ്ബുക, നിങ്ങളെ റബ്ബ് ഒഴിവാക്കിയിട്ടില്ല, നിങ്ങളെ റബ്ബ് ഒഴിവാക്കിയിട്ടില്ല. യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയേ. സലാമുൻ ഹിയ, എന്താണ് അതിൻ്റെ അർത്ഥം? മാ ഹിയ ഇല്ലാ സലാമുൻ, അതൊരു രക്ഷ അല്ലാതെ അല്ല എന്നുള്ളതാണ്. മാ ഹിയ അതല്ല, ഇല്ലാ സലാമുൻ അതൊരു രക്ഷ അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ അത് രക്ഷയാണ് എന്നർത്ഥം. അത് മലയാളത്തിലുള്ളൊരു പ്രയോഗമാണ്. ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ വെളിവാകുന്നത് വരെ. ഐ ഇലാ വക്തി തുലൂഇഹി, ആ ഫജ്ർ ഉദിക്കുന്നത് വരെ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കലേ നടക്കൂ. 3 ലക്കും ദീനുക്കും, ലക്കും ജസാഉ അഅമാലിക്കും, നിങ്ങളുടെ പ്രവൃത്തിയുടെ പ്രതിഫലം നിങ്ങൾക്കാണ്. മിൻ ഷിർക്കിൻ വ കുഫ്രിൻ, ആ നിങ്ങളുടെ പ്രവൃത്തി എന്താണത്? ഷിർക്കും അതുപോലെ തന്നെ കുഫറുമാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കലും ബഹുദൈവ ആരാധനയുമാണ്, വിശ്വാസവുമാണ് നിങ്ങളുടെ പ്രവർത്തനം. അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അത് നരകമായിരിക്കും. പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് കൂലി മാത്രമല്ല, പ്രതിഫലം എന്ന് പറഞ്ഞാൽ ശിക്ഷയും ഉണ്ട്. ഇനി അടുത്തത് 7 ബയ്യൻ, വ്യക്തമാക്കാനാണ്. ഖൗലു വഹബിൻ റളിയല്ലാഹു അൻഹു അൻ ആമീൻ, ആമീനെ കുറിച്ച് വഹബ് റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? ആമീൻ 4 അഹ്റുഫിൻ, അത് 4 അക്ഷരമാണ് ഈ ആമീൻ എന്നുള്ളത്.
യഖ്ലുഖുല്ലാഹു മിൻ കുല്ലി ഹർഫിൻ, ഓരോ അക്ഷരങ്ങളിൽ നിന്നും അള്ളാഹു പടക്കുന്നുണ്ട് മലക്കൻ ഒരു മലക്കിനെ. 4 അക്ഷരം, ഓരോ അക്ഷരത്തിൽ നിന്നും ഒരു മലക്കിനെ പടക്കും. യഖൂലു, അത് പറയും, അല്ലാഹുമ്മ ഉഫിർ ലി കുല്ലി മൻ കാല ആമീൻ, ആമീൻ പറഞ്ഞ ഓരോരുത്തർക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് ആ അക്ഷരങ്ങളായി സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ പറയും. 2 ഔസാഫു ഹൗലുൽ കൗസർ, ഹൗലുൽ കൗസറിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് പുസ്തകത്തിൽ പറഞ്ഞത്? തുറാബുഹു മിസ്കുൻ, അവിടുത്തെ മണ്ണ് മിസ്കാണ്. ഹസബാഉഹു അൽ ഉലുഹു, അവിടുത്തെ ചരൽക്കല്ലുകൾ മുത്തുകളാണ്. മാഉഹു അബിയലു മിനൽ ലബൻ, അവിടുത്തെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്. വാഹില മിനൽ അസിൽ, അത് തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. ആനിയത്തുഹു, അതിലെ പാത്രങ്ങൾ അദദു നുജൂം, നക്ഷത്ര തുല്യമാണ്. ഇതൊക്കെ ഹൗലുൽ കൗസറിൻ്റെ വിശേഷണങ്ങളാണ്. ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് എടുക്കാനോ അല്ലെങ്കിൽ 2 എഴുതാനൊക്കെ ചോദിക്കും. 3-മത്തത് അർബഅത്തു മിൻ അസ്മായി ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ 4 പേരുകൾ. ഇഖ്ലാസ് എന്ന് എഴുതാം, തൻസീൽ എന്ന് എഴുതാം, തജ്രീദ് എന്ന് എഴുതാം, തൗഹീദ് എന്നുണ്ട്, നജാത്ത് എന്നുണ്ട്, വൽ വിലായത്തു. ഇതൊക്കെ ഖുൽ ഹുവല്ലാഹു സൂറത്തിൻ്റെ പേരുകളാണ്, പഠിച്ചു വെക്കുക. ഇനി അടുത്തത് തെർജിം പരിഭാഷപ്പെടുത്താനാണ്. 1 ഫി ഹയാത്തിൻ തുയ്യിബത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ നല്ല സൗഖ്യ ജീവിതത്തിലായിരിക്കും. ഇന്നഹ അലൈഹിം മുഅ്സദ, ആ നരകം അവരുടെ മേൽ മൂടപ്പെട്ടതാണ്. ഫി അമദിം മുമദ്ദദ, 3-മത്തത് നീളമായ തൂണുകളിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ പരിഭാഷപ്പെടുത്താൻ ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. 1 മുതൽ അവസാനം വരെയുള്ള പാഠങ്ങളിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. വാർഷിക പരീക്ഷയാണ്. എന്നിരുന്നാലും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ളിടത്തുനിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. അവിടുന്ന് ഭാഗം നന്നായി നോക്കുക. മറ്റുള്ള ഭാഗങ്ങളും നോട്ട് ചെയ്ത് വെക്കണമെങ്കിലേ ++ നമുക്ക് ലഭിക്കുകയുള്ളൂ. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണണം. നിങ്ങളുടെ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക. ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.